നേതൃത്വവും ഗൈഡൻസും അത് കേരളീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറുകയുണ്ടായി. കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുസ്യൂതമായ രീതിയിൽ അതിന് നേതൃത്വവും അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംസ്ഥ കേരള ജമിഅത്തുൽ ഉലമ അതിൻ്റെ ആശയാദർശങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുന്ന ഉലമ സമൂഹം, ആ ഉലമ സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഉമറ സമൂഹം, ഇത് രണ്ടും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ത്യയിലെ മറ്റിതര ഭാഗങ്ങളിൽ കാണാൻ കഴിയാത്ത ആ ഒരു പ്രത്യേകത. അതിലേക്ക് ഇളം തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് SKSF നിർവഹിക്കുന്നത്. ഇതിൽ ഭൗതിക രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, എന്നതുപോലെ തന്നെ മതമേഖലയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുണ്ട്. അത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുമുണ്ട്. അതിൻ്റെയൊക്കെ ലക്ഷ്യമെന്നുള്ളത് ഒരു നല്ല ഉത്തരവാദിത്വമുള്ള ഉലമ സമൂഹത്തെ വാർത്തെടുക്കുക, അതോടൊപ്പം തന്നെ മതബോധമുള്ള ഉമറ സമൂഹത്തെയും വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് രണ്ടും ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ദൗത്യങ്ങളും അവിടുത്തെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളും അതാണല്ലോ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ആസ്തിയും അവൻ്റെ ഏറ്റവും വലിയ ധൈര്യവും അത് തന്നെയാണ്. ഏത് സന്നിഗ്ധ ഘട്ടങ്ങളെയും നമുക്ക് തരണം ചെയ്യുക പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കിയാൽ മതി. ഏത് പ്രതിസന്ധിയെയും മനസ്സുറപ്പോടെ നേരിട്ട പാരമ്പര്യം അതാണ് വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. തൻ്റെ അനുയായികളുടെ ഒപ്പം നിന്നുകൊണ്ട് ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥനാപൂർവം അവിടുന്ന് കാണിച്ചു തന്ന ജീവിത മാതൃക അതുതന്നെയാണ് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ശക്തിയും ധൈര്യവും. പുതിയ തലമുറക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുമ്പോൾ മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെ മായാവിലാസങ്ങളുടെയും പിറകെ പോകുന്നു ഈ കാലത്തിലെ യുവാക്കളും വിദ്യാർത്ഥികളും. നമ്മൾ നമ്മുടെ കുട്ടികളെ ചീത്ത പറയുകയാണോ, നമ്മൾ നമ്മുടെ കുട്ടികളെ കുറ്റപ്പെടുത്തുകയോ എന്ന് വിചാരിക്കേണ്ടതില്ല. പക്ഷേ കാലഘട്ടത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നു. അത് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവന് അതിനെ പ്രതിയോഗിക്കുന്നതിന് വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ലഹരിയുടെ അടിമയാകുന്നു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ ഊർജം എവിടെ പോകുന്നു എന്നുള്ളതാണ്. ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിക്കുന്നുണ്ട്, മതം പഠിക്കുന്നുണ്ട്, മദ്രസകൾ പഠിക്കുന്നുണ്ട്, ദർസുകളിൽ പോകുന്നുണ്ട്, ഉലമാക്കളുടെ സാന്നിധ്യമുണ്ട്, അവരുടെ നസീഹത്തുണ്ട്, അവരുടെ തസ്കിയത്തുണ്ട്, തർബിയത്തുണ്ട്. പക്ഷെ എവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഊർജം ചോർന്നു പോകുന്നത് എന്നിടത്തു നിന്നാണ് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രബോധനത്തിന് നമ്മൾ തുടക്കം കുറിക്കേണ്ടത്. അവിടെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ഭാവിയുടെ തലമുറയാണ്, ഭാവിയുടെ വക്താക്കളാണ്, പ്രയോക്താക്കളാണ്. ഇവിടെ ICL ഇവിടെ നാടിന് സമർപ്പിക്കപ്പെടുവാൻ പോകുന്നു. ഒരു നല്ല കാൽവെപ്പാണത്. പുതിയ കാലഘട്ടത്തിലേക്ക് ഏറ്റവും അനിവാര്യമായ ഒരു കാൽവെപ്പാണ്. നമ്മുടെ തത്വത്തെക്കുറിച്ച്, ആശയങ്ങളെക്കുറിച്ച് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക. ഐഡിയൽ കമ്മിറ്റഡ് ലീഡേഴ്സ് എന്നാണ് ICL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ്. അത്തരം പരിശീലനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഉത്തമമായിട്ടുള്ളൊരു ആദർശത്തിന്റെ പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിച്ച വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു ലോകത്തിലെ മനുഷ്യർക്ക് സമർപ്പിച്ച പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ തന്റെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിച്ചു തന്ന വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ദൗത്യങ്ങൾ, അവയിലൂടെ മുന്നേറുക എന്നുള്ളത് തന്നെയാണ്. ഏത് പ്രതിസന്ധിയെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ അത് തന്നെയാണ്.
അതിലേക്ക് നമ്മൾ അവരെ കരുതി വെക്കുക. പുതിയ തലമുറയെ ആ ഒരു ധാർമ്മിക അന്തരീക്ഷത്തിലൂടെ തന്നെ നമ്മൾ കെടാതെ അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. മുസ്ലിം സമൂഹത്തെ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഇസ്ലാമികമായിട്ടുള്ള ആശയങ്ങളെയും ആദർശങ്ങളെയും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. പലരുടെയും താല്പര്യങ്ങളെ ഹരിക്കുമോ ഇസ്ലാമിന്റെ ആദർശം എന്ന് ഭയപ്പെടുന്നുണ്ട് ലോകത്തെ ഒരു വലിയ സമൂഹം. കോർപ്പറേറ്റുകളും മറ്റ് ലോബികളും നമ്മളെക്കാളും കൂടുതൽ ഇസ്ലാമിനെ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും അതിവിടെ നടപ്പായി കഴിഞ്ഞാൽ പല കോർപ്പറേറ്റുകളുടെയും ഓഫീസുകൾ, ഫാക്ടറികൾ പൂട്ടേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. മദ്യശാലകൾ അടക്കേണ്ടി വരും. ആഡംബരങ്ങളിൽ നിന്ന് ആഡംബരങ്ങളോട് മനുഷ്യർ വിട പറയും എന്നൊക്കെ മനസ്സിലാക്കുന്ന ലോബിയും ഇവിടെയുണ്ട്. അതിന് കാരണം ഇസ്ലാമിന്റെ ആദർശബോധമാണ്. അപ്പൊ ആദർശബോധത്തെ കെടുത്തിക്കളയുക എന്നുള്ളത് മറ്റു പലരുടെയും താല്പര്യമാണ്. നമ്മളിപ്പോ ചെയ്യേണ്ടത് ആ ആദർശബോധത്തെ വീണ്ടും വീണ്ടും നമ്മൾ തെളിച്ചത്തോടെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനെ ഊതിക്കാച്ചുക. പുതിയ തലമുറയുടെ ജീവിതത്തിലേക്ക് ആദർശങ്ങളെ ഊതിക്കാച്ചി അവരെ വിശുദ്ധ പാന്താവിലൂടെ അവരെ കൊണ്ടുവരിക. ഏറ്റവും നല്ല മനുഷ്യരാരാണ് എന്നൊരു ശാസ്ത്രജ്ഞനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ശുദ്ധമായ മനസ്സുള്ളവരാണ്, സ്നേഹം നിറച്ചു വെക്കുന്ന മനസ്സുള്ളവരാണ്, കരുണ നിറച്ചു വെക്കുന്ന മനസ്സുള്ളവരാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്നൊരു ശാസ്ത്രകാരൻ അഭിപ്രായപ്പെട്ടു. ഏറ്റവും സൗന്ദര്യമുള്ള മനുഷ്യനും അവൻ തന്നെയാണ്. ശുദ്ധമായ മനസ്സ്, സ്നേഹം നിറച്ചു വെച്ച മനസ്സ്, കരുണ നിറച്ചു വെച്ച മനസ്സ്, അതാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ അള്ളാഹു ലോകത്തിന് സമർപ്പിച്ചത്. ലോകത്തെ ഏറ്റവും കരുണയുള്ള മനസ്സിന്റെ ഉടമ, ലോകത്തെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മനസ്സിന്റെ, ശുദ്ധമായിട്ടുള്ള മനസ്സിന്റെ ഉടമ, ലോകത്തെ ഏറ്റവും സ്നേഹം നിറച്ചു വെച്ച മനസ്സിന്റെ ഉടമ, അത് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക ലഅലാ ഖുൽഖിൻ അളീം എന്ന് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചു. ഉത്തമമായിട്ടുള്ള സ്വഭാവത്തിന്റെ ഉടമയായിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് മാധ്യമമായിട്ടുള്ള നിലപാടാണ് ഉമ്മത്തുൻ വസത്ത്. ഖുർആൻ വിശേഷിപ്പിക്കുന്നു, മുസ്ലിം സമൂഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്, ഒരു മാധ്യമ സമൂഹമാണ്. എല്ലാം നമുക്ക് ആസ്വദിക്കാം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, ഒരുപാട് ആസ്വാദനങ്ങൾ ലോകത്ത് നൽകിയിട്ടുണ്ട്. നല്ല ഭക്ഷണം കഴിക്കാം, അത് നമ്മുടെ ഏറെക്കുറെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. വഴിയോരങ്ങളിൽ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്ന കടകൾ, കോഫി ഷോപ്പുകൾ, തട്ടുകടകൾ, ഇതൊക്കെ തന്നെ അത് നമ്മൾ നടപ്പാക്കുന്നുണ്ട്. നല്ല വാഹനം ഉപയോഗിക്കണം, അതിന് ഇസ്ലാം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്, അതും നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ബൈക്ക്, ഏറ്റവും നല്ല ബുള്ളറ്റ് ഒക്കെ നമ്മൾ വാങ്ങുന്നു. ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള സെഡാൻ നമ്മൾ വാങ്ങുന്നു, SUV നമ്മൾ വാങ്ങുന്നു. ആ സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ പരിധി വിട്ടു പോകരുത് എന്നുള്ളതാണ്. ആ പരിധിയോടാണ് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാൾ ഒന്ന് വാങ്ങിയാൽ അതിനപ്പുറത്ത് വാങ്ങുവാനാണ് നമ്മൾ മത്സരിക്കുന്നത്. അവൻ അതിന് കടക്കുന്നവനാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ നമ്മൾ അവാതിനും നമ്മൾ കവച്ചു വെക്കുന്നു, അതിൽ നമ്മൾ മടിക്കുന്നുമില്ല. അവിടെയാണ് ഇസ്ലാം പറയുന്നത്, നിങ്ങൾ ഒരു മാധ്യമ സമൂഹമാണ്, എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാം, പക്ഷെ അതിൽ പരിധിയുണ്ട്, നിഷ്കർഷയുണ്ട്. ആ ഒരു സന്ദേശം പുതിയ തലമുറക്ക് നമുക്ക് കൂടുതലായിട്ട് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തോടെ സൂചിപ്പിച്ചതുപോലെ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ, ഒരു ഭാഗത്ത് തീവ്രവാദത്തിന്റെ വെല്ലുവിളികൾ, അത് സമൂഹത്തെ ഇഞ്ചിഞ്ചായി മുറിച്ച് കഷ്ണമാക്കിക്കൊണ്ടിരിക്കും. ഭാഷയുടെ പേരിൽ തീവ്രവാദം, മതങ്ങളുടെ പേരിൽ തീവ്രവാദം, ഭക്ഷണ രീതിയുടെ പേരിൽ, വസ്ത്രധാരണത്തിന്റെ പേരിൽ തീവ്രവാദം, ഇവയെല്ലാം സമൂഹമെന്ന ശരീരത്തെ മുറിച്ച് മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടെയും നമ്മൾ മിതത്വം പാലിച്ചുകൊണ്ട്, വിശ്വാസപരമായിട്ടുള്ള മിതത്വം, ആരാധനാകർമ്മങ്ങളിലും മിതത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു കൂട്ടം സഹാബാക്കൾ വന്നു. ഒരാൾ പറഞ്ഞു, ഞാന് രാത്രി മുഴുവൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൽക്കട്ടെ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, ഞാൻ ഹജ്ജ് ചെയ്യുന്നുണ്ട്,
ഞാൻ അങ്ങാടിയിൽ പോകുന്നുമുണ്ട്, ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കുന്നുമുണ്ട്. അതാണ് ഇസ്ലാം. തീവ്രമായ ആരാധനയിലേക്ക് വരിഞ്ഞു മുറുക്കുക എന്നുള്ളതല്ല. ആരാധനകൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ സേവന സമൃദ്ധമായിട്ടുള്ള ഒരു വഴിയിലൂടെ കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയും. കുടുംബത്തെ നോക്കാനുള്ള ചുമതല നമുക്കുണ്ട്, അയൽപ്പക്കങ്ങളെ നോക്കുവാനുള്ള ചുമതല നമുക്കുണ്ട്, സമൂഹത്തെ നോക്കുവാനുള്ള ചുമതല നമുക്കുണ്ട്, രാജ്യത്തെ സേവിക്കാനുള്ള ചുമതല നമുക്കുണ്ട്, വേണ്ടി വന്നാൽ രാജ്യത്തിന് വേണ്ടി പടപൊരുതുവാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ പറഞ്ഞു. തീവ്രവാദത്തിന്റെ പേരിലുള്ള അതിർത്തിക്കപ്പുറത്തു നിന്ന് നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കുവാൻ വന്നുകൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരെ നമ്മുടെ രാജ്യം അതിനെതിരെയുള്ള പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിൽ, തീവ്രവാദത്തിന് എതിരെയുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഈ രാജ്യത്തോടൊപ്പം അഹ്ബുൽ വതനുമിനൽ ഈമാൻ എന്ന പരിശുദ്ധതയുടെ സന്ദേശം, ആ രാജ്യസ്നേഹത്തോടൊപ്പമാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതെല്ലാ തീവ്രവാദങ്ങൾക്കും എതിരാണ്. അത് മതസഹിഷ്ണുതയുടേതാണ്, സാഹോദര്യത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്, കരുതലിൻ്റെതാണ്, സഹജീവിയോടുള്ള കരുണയുടേതാണ്. ഇതെല്ലാം ഇസ്ലാമിക മൂല്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. ആ മൂല്യങ്ങളുടെ പ്രയോക്താക്കളും വക്താക്കളുമായി നമുക്ക് ജീവിച്ചു മുന്നേറണം. അതിന് പുതിയ തലമുറക്ക് അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. അതിൻ്റെ ആ വഴിയിലൂടെയുള്ള മുന്നേറ്റം അള്ളാഹു ഇനിയും ഉത്തരോത്തരം SKSF പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.